ഇപ്പോൾ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടാൻ പോവുകയാണ്. എന്തായാലും ഇടവരെ നോക്കില്ല. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചലഞ്ചും വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഏകദേശം രാവിലെ 4 മണി ആയിട്ടുണ്ട്. 4 മണി കഴിഞ്ഞ് 4:05 ഈ ചലഞ്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours വിത്തൗട്ട് സ്ലീപ്പിംഗ് സ്റ്റഡി ചലഞ്ചാണ്. ഇനി നാളെ രാവിലെ 4 മണി വരെ ഉറങ്ങൂല. പഠിത്തം മാത്രമൊന്നുമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഇതുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എത്രാം തീയതിയാണ്? 27-ാം തീയതിയാണ്. 28-ാം തീയതി രാവിലെ 4 മണി വരെ നിൽക്കണം. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ടാർഗറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ 10K അടിക്കാമെന്നാണ് ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കണം എന്തിനാണ് ഇത്ര നേരത്തെ നീറ്റ് എന്നൊക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തം കഴിയുമ്പോൾ തന്നെ വായിച്ചിട്ടിട്ടുണ്ട്. 4 മണിക്ക് നീറ്റാൽ പിറ്റേന്ന് 4 മണി വരെ നിന്നാൽ മതി 24 hours. മറ്റേതാണെങ്കിൽ കുറേ നേരം നിൽക്കേണ്ടി വരും. 7 മണിയാണെങ്കിൽ പിറ്റേന്ന് 7 മണി വരെ എന്നാൽ പിന്നെ ഉറങ്ങാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നല്ല ഉറങ്ങിന്, ഇപ്പോൾ 7 മണിക്കൂറൊക്കെ ഉറങ്ങിന്. ഞാൻ 4 മണിക്ക് നീറ്റ്. അപ്പോൾ നാളെ രാവിലെ 4 മണി വരെ എന്നാൽ മതി. എന്നിട്ട് അപ്പം ഉറങ്ങാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനോണ്ടാണ് നേരത്തെ നീറ്റ്. അപ്പോൾ തന്നെ രാവിലെ നീറ്റ് വന്ന് നല്ല ക്ഷീണമുണ്ട്. കുറച്ച് ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം 5:35 4:35 അവിടെ പോയിട്ട് കുറേ ടൈം കിട്ടി. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് 2 എട്ടുകാർ കുറേ കൂറുകൾ രാത്രിയൊക്കെ അവരിറങ്ങി നടക്കുകയാണ് ചെയ്യുക രാത്രി. അപ്പോൾ അതിനൊക്കെ തച്ച് എന്നിട്ട് ഇത് ഉണ്ടാക്കി വന്നപ്പോഴത്തേന് കുറച്ച് 5:35. ഇതിൽ പകുതിയോളുണ്ട് ഹോർലിക്സ്. ഉണ്ടാക്കണൊക്കെ വീഡിയോ എടുത്തിന് വെറുതെ രസം. ഇനിയിപ്പോൾ 5:35 6 മണി 4:35 ഇതെന്താ 5:35 പറഞ്ഞോളൂ. 5 മണി വരെ കുറച്ച് ഗെയിം കളിച്ചു തീക്കട്ടെ. അപ്പം തന്നെ ചാടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇതിപ്പോൾ തന്നെ കുടിക്കണമെന്നില്ല. അപ്പോൾ വെള്ളം കുടിക്കാൻ നല്ല പച്ചവെള്ളമുണ്ട്. അപ്പം നേരെ തുടങ്ങി എന്ത്. അപ്പോൾ 5:10 കുറച്ച് എഡിറ്റിങ് പരിപാടിയിലും കുറച്ച് ഗെയിം കളിച്ചു. ഇപ്പോൾ നമ്മൾ അവിടെ ക്ലാസ് കാണാൻ പോവാണ്. കെമിസ്ട്രിയാണ് ആദ്യം കാണാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ഹോർലിക്സ് എടുത്ത് കുടിച്ച് നോക്കി. ചെറിയ രീതിയിൽ പണി ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു കരിഞ്ഞ ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെയാണ് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ തിളപ്പിച്ചിട്ടൊക്കെ കൂടി കൊള്ളാമെന്ന് തോന്നുന്നത്. എന്നാലും വലിയ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരെ ക്ലാസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ്, പ്യൂരിഫിക്കേഷൻ ഓഫ് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രിയുടെ വീഡിയോ ആണ് കാണുന്നത്, പാർട്ട് 1. അത്യാവശ്യം ഞാൻ ഇന്നലെ കണ്ടുവെച്ചിരുന്ന 1 മണിക്കൂർ, ഇനി 45 മിനിറ്റ് കൂടി കാണാനുണ്ട്. അപ്പോൾ നേരെ തുടങ്ങി. അപ്പോൾ ഗൈസ് 6:10 കാണാൻ കഴിയില്ല, ഫ്ലാഷ് അടിച്ചിട്ട്. 6:10 ചെറിയ ബ്രേക്ക് എടുത്ത് 5 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്ത് പിന്നെ പഠിച്ച്. ഇനിയിപ്പോൾ 22 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. 6:10 ഒരു 6:25 വരെ രാവിലെ തന്നെ അറിഞ്ഞ് ഇതാക്കണ്ടല്ലോ, സ്ട്രെസ് കൊടുക്കണ്ടല്ലോ വെച്ചിട്ട് അധികം പഠിക്കാത്തത്. ഇനി ഞാൻ ലാസ്റ്റ് പുതപ്പൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അജ്ജാതി തണുപ്പാണ്. മഴയൊന്നും പെയ്യില്ലെങ്കിലും നല്ല തണുപ്പുണ്ട്. 6:10 ഇവിടെ നല്ല രാവിലെയാണ്. നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഒന്നുമില്ല. കാരണം ഇന്നലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. എന്തായാലും 15 മിനിറ്റ് ബ്രേക്കാണ്. അപ്പോൾ 6:07 ഇപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലാസ് കാണാൻ പോകുന്നത്. നല്ല രാവിലെ ആയിരുന്നു. ഇവിടെ കാണിച്ചിട്ട് പുറത്ത് അവിടെ മഞ്ഞ് കാണാൻ കഴിയും. അവിടെ കൂടെ മഞ്ഞ് പോകുന്നുണ്ട്. ആകാശമൊക്കെ നല്ല മേഘങ്ങളൊക്കെ ഒരുമാതിരി നല്ല രാവിലെ തന്നെ. അപ്പോൾ തുടങ്ങി.
അപ്പോൾ ഗൈസ് 7:05 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് റിവിഷൻ ചെയ്യാണ്ട് ഈ ക്ലാസ്സിൻ്റെ തന്നെ നോട്ട്സ് കുറച്ച് ഞാൻ അധികം നോട്ട്സ് ചെയ്തില്ല, കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ടെസ്റ്റുകളാണ് അത് അധികം ചെയ്തില്ല. പിന്നെ ഇനി മാത്സ് കുറച്ച് റിവൈസ് ചെയ്യാണ്ട്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഇപ്പോൾ സെക്കൻഡ് ഇയറിലെ, അപ്പോൾ അത് റിവൈസ് ചെയ്യാണ്ട്. അപ്പോൾ എത്ര മണിയാവുന്ന റിവൈസ് ചെയ്യുന്ന എന്തായാലും ഹൈപ്പർ ലാസ്റ്റിലില്ല, അത് വെച്ചിട്ട് കുറേ ലെങ്ത് ആയി പോകും വീഡിയോ. ഇത് നല്ല ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 24 മണിക്കൂർ ചെയ്യണ്ടേ. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. 4 മണി 5 മണി 6 മണി 7 മണി 3 മണിക്കൂർ കഴിഞ്ഞു. പെട്ടെന്ന് പോകുന്നൊന്നും ടൈം വന്നാലും പോയിക്കോളും. അപ്പോൾ ഇതാണ് റിവിഷൻ തുടങ്ങി. അപ്പോൾ ഗൈസ് 7:50 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 4ാമത്തെ പാർട്ടും കൂടി ഒന്ന് നോക്കാണ്ട്. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് 4ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ. പീരിയോഡിക് ഫംഗ്ഷനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കുഴപ്പമില്ല. പാർട്ട് 4 ഇത് മാത്സിലെ റിലേഷൻസ് ഫംഗ്ഷൻ കുറച്ച് കൺഫ്യൂസിങ് ഉണ്ട്. ഇവിടെ ഓക്കെ ആണ്, ബട്ട് കുറച്ചും ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ഉണ്ട്. പക്ഷേ സിമ്പിൾ ചാപ്റ്റർ ആട്ടോ റിലേഷൻ ഫംഗ്ഷൻസ് ഫസ്റ്റ് ചാപ്റ്റർ. നല്ല സിമ്പിളാണെന്ന് തോന്നുന്നത്. അപ്പോൾ കെമിസ്ട്രി ഇത് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം. അപ്പോൾ ബ്രേക്കാണ്, ഒരു 8:50 വരെ 1 മണിക്കൂർ നീണ്ടൊരു ബ്രേക്കാണ്. കുറച്ച് ഫുഡ് കഴിക്കാണ്ട്, കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് ഏകദേശം 8:55 ആയിട്ടുണ്ട്. 50 എന്നിട്ട് കുറച്ച് നേരം വൈകി. ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കണ്ടിരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ, അങ്ങനെ ടൈം ആയതാണ്. ഇപ്പോൾ ഓക്സിലേഷൻ്റെ പാർട്ട് 1 കാണാൻ പോവാണ്. ഏത് സാറെന്ന് ഞാൻ ഇപ്പോഴാണ് സാറ് കാണുന്നത്, പുതിയ സാറാണ്. 1 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് തുടങ്ങാം. നമുക്ക് അപ്പോൾ ഗൈസ് 9 ആയിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. മോട്ടർ അടിക്കാൻ പോകാണ്ട് ഒരു 15-20 മിനിറ്റ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ താഴത്തെ വീട്. അവിടെ നമ്മൾ കുറേ കാലം നിന്ന് ഇപ്പോൾ മേലേക്ക് എടുത്താണ്. ഇവിടെ ഞാൻ ഇപ്പോൾ മോട്ടർ ഇടാൻ വന്നതാണ്. ഇവിടെയാണ് സ്വിച്ച് മോട്ടറിൻ്റെ. അത് വെറുതെ കാണിച്ചാണ്. ഞാൻ ഇവിടെ നിന്നാളൊരു ലൈവ് എടുത്തിരുന്നു, ഇത് ഡിലീറ്റ് ആയിപ്പോയി എന്തോ പ്രശ്നം പറ്റിയിട്ട്. ഗൈസ് ചെറിയ രീതിയിൽ പണി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മോട്ടർ ഇട്ട് ഇവിടെ ഇരിക്കുമ്പോഴാണ് പെരുമഴ പെയ്തു. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ കുടയും കൊണ്ടൊന്നുമില്ല. ഇപ്പോൾ എങ്ങനെ പഠിക്കുന്നല്ല ഞാൻ എങ്ങനെ അവിടെ എത്തും? ഈ മഴ ചെയ്യണ്ടേ. ആ മുകളിലാണ് ഒരു 300-400 മീറ്റർ മുകളിലേക്ക് വണ്ടി. ഇതാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങി അങ്ങോട്ട് കാണിക്കാനും കഴിയില്ല, മഴ ഇരുത്തേ. ഇത് കൂടെ കാണിക്കാൻ നോക്കട്ടെ. ഇതാ അവിടെ മേലെ താണ്ടോ, ഇത് കാണുന്നില്ല. അങ്ങോട്ട് അവിടെ എത്തണം. ഇവിടെയാണെങ്കിൽ നല്ല സീനാണ്. ഇവിടെ കുറുക്കനും പട്ടികളൊക്കെ ഉള്ളൂ ഇവിടെ. പിന്നെ പാമ്പ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വൻ സീനാണ്. ഇപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. എത്ര മണിയാവും അറിയില്ല. സീനായി. മഴ ഇങ്ങനെ നിന്നാണ്ട് പോയിരുന്നു. അപ്പോൾ ഗൈസ് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടാൻ പോവാണ്. എന്തായാലും ഇടമല നോക്കില്ല. അപ്പോൾ ഗൈസ് 10:15 ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് സമയം പിടിച്ചു എന്നറിയാനൊക്കെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മഴയില്ല കണ്ടോ. പക്ഷെ ഫോഗായിട്ട് മഞ്ഞ് ഇങ്ങനെ കൂടിക്കുന്നുണ്ട്. ഒരുമാതിരി കാലാവസ്ഥയ്ക്ക് ഭയങ്കര ഇതാണ്. എന്താ അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചണമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ പാഞ്ഞ് കതച്ച് ഇവിടെ എത്തിയപ്പോൾ ഒരു മഴയില്ല. ഒരുമാതിരി പാട്ട് മൈക്ക് പാട് ബിരിയാണി. ഇതാണ് ഗൈസ് നമ്മളെ പാട്ടുകാരി. എല്ലാവരും പാട്ട് എന്ത് പറയും? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. നിങ്ങൾ പറഞ്ഞ പുഷ്പ എന്ന് പറഞ്ഞ പൂച്ചല്ല. അപ്പോൾ ഗൈസ് നീ നേരെ പഠിക്കാൻ തുടങ്ങാം. നമുക്ക് എന്തേ പറയാനുണ്ടോ? അപ്പോൾ ഗൈസ് ഇനി 1 മണിക്കൂർ 25 മിനിറ്റ് ഉണ്ട് കാണാൻ പോവാണ്. അപ്പോൾ ഗൈസ് 10:35 ആയിട്ടുണ്ട്. കുറച്ച് ഒരു മണിക്കൂർ ബ്രേക്ക് എടുക്കണം, വർക്കൗട്ടിൻ്റെ ടൈമൊക്കെ. അപ്പം ബ്രേക്ക് എടുക്കണം. അപ്പോൾ റേഞ്ചും പോയി വൈഫൈൻ്റെ. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഗൈസ് 12:05 ആയിട്ടുണ്ട്. കുറച്ച് നേരം വൈകി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർക്കൗട്ടിന് തന്നെ വേണം 1 മണിക്കൂർ. അതിൻ്റെ അടുത്ത് 1 മണിക്കൂറിൻ്റെ അടുത്ത് പിന്നെ ഫ്രഷ് ആവണം. പിന്നെ കുറച്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് മിച്ചറൊക്കെ തിന്നണം. അങ്ങനെ ടൈം പോകണമാണ്. പിന്നെ അപ്പോൾ ഇനി നമ്മൾ ഇത് തുടങ്ങാൻ പോവാണ് ഫിസിക്സിൻ്റെ ബാക്കി. അതിന് മുന്നേ എൻ്റെ അനിയനൊരു ചാനൽ ഉണ്ടായിരുന്നു, സാധിക്കെന്തോ പറയാനുണ്ട്. നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക. ഇനി പുതിയ വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കെന്താ പറയാലോട്ടെ. ഓനൊരു ചാനലുണ്ട്, അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും.
അപ്പോൾ വയസ്സ് 1.2 ഇപ്പോൾ 1.25 എക്സിൽ ഇട്ടിട്ട് കാണുന്നത്. അപ്പോൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കാനുണ്ട്. സ്പീഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാതെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. ഇനി 34 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. നേരെ ചോറ് നമ്പോണ്. ഇപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോകുന്നത് 2 മണിയുടെ ബ്രേക്കാണ്. 2 മണി 2:10 വരെ ബ്രേക്കാണ്. അപ്പോൾ ചോറ് നമ്പോണ് വഹിച്ചിട്ട് ചെയ്യുക, ഭക്ഷണത്തിൽ ചെയ്യുക അല്ല. അപ്പോൾ ചോറ് പോയി. ഹലോ ഗൈസ്, 2:10 ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ 67% നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഓക്സിലേഷൻ. ഇനി ബാക്കിയുള്ള കാണാൻ പോവാണ്. ഇനി ആ പോംഡോറോ ടെക്നിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 25 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 2 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് എഫക്റ്റീവ് ആണെന്ന് ഞാൻ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂറിൽ അരമണിക്കൂർക്ക് ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും തുടങ്ങാണ്. അപ്പോൾ ഗൈസ് കുറച്ച് ജങ്ക് ഫുഡ്സ് വാങ്ങിയിട്ട് വരാം. ഇനിയിപ്പോൾ ഇരുന്ന് കുറച്ച് നേരം കൂടി ഇനിയിപ്പോൾ രാത്രിക്ക് ഇരിക്കാനുള്ളതാണ്. രാത്രിക്ക് ഉറക്കം ഇരിക്കാനുള്ളതാണ്. അപ്പോൾ ആ സ്കൂട്ടി എടുത്ത് ആ വഴിക്ക് അങ്ങ് പോകണം. അങ്ങ് പെട്ടെന്ന് പോയിട്ട് വരാം. പോംഡോറോ സെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് നോക്കാനില്ല. എന്തായാലും നടക്കും. എൻ്റെ ചാനലിനെ പറ്റി എന്താ പറയാമല്ലോ പക്ഷേ ഉള്ളൂ. അപ്പോൾ ഗൈസ് 3:30 ആയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ജങ്ക് ഫുഡ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് നല്ല ജങ്ക് ഫുഡ്സ് ആണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കുറച്ച് ഇതാണ്. എന്തൊക്കെ ചക്കപ്പൊരി, ഇത് പൂളാപ്പൊരി, ഇത് അത് പൊക്കോണാണ്. നമ്മൾ ചെറിയ ബ്രേക്കൊക്കെ വേണം എല്ലാവർക്കും. ഇന്ന് ബ്രേക്കാണ്. ഇനി സിനിമ കാണാൻ പോവാണ്. ലാപ്പിൽ സിനിമ കാണണം. അപ്പോൾ കാണാം ഗൈസ്. നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന സിനിമ ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ ലിയോ 2022. എത്ര മിനിറ്റ് ഉണ്ട് നോക്കിയോട്ടെ? 26 മിനിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സിനിമയും കൂടി കാണും. അതും ഇതുമായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ തുടങ്ങാൻ പോകുന്ന സിനിമ ആണ്. അപ്പോൾ ഗൈസ് 5:35 ആയിട്ടുണ്ട്. ആദ്യം ഒരു സിനിമ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഒരു 2 സിനിമ ഉണ്ട്. എക്സ്പ്ലനേഷനാണ് കേൾക്കുന്നത്. സിനിമ എന്ന് ഞാൻ പറഞ്ഞാണ്, എക്സ്പ്ലനേഷനാണ്. രണ്ടാമത്തെ ഉണ്ട് പാരസൈസ് എന്ന് പറഞ്ഞൊരു സിനിമ. ആരുടെ കയ്യെട്ടി കണ്ടിരുന്നു. നല്ല സിനിമ, അടിപൊളി. അതിൻ്റെ 2 പാർട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ സിനിമയ്ക്ക് തന്നെ. 2 പാർട്ടല്ല, 2 മൂവി ആക്കിയിട്ട് അങ്ങനെ കണ്ടു. അത് ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നത് 15 മിനിറ്റ് കൂടി ഉണ്ട്. എന്തായാലും 6:15 തീരും. ഇനിയുണ്ടല്ലോ 4 മണി വരെ അല്ലേ, നല്ല ടൈമുണ്ട്. ഇനിയുണ്ട്. ഇനിയിപ്പോൾ എന്താ തുടങ്ങാണ് എന്തായാലും. അപ്പോൾ ഗൈസ് 6:20 ഇപ്പോൾ ഏകദേശം വീഡിയോ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അടുത്ത ഏത് വീഡിയോ കാണുന്ന വെച്ച് തിരിഞ്ഞു നോക്കി. ഈ ഇലക്ട്രോ കെമിസ്ട്രിക്ക് ഏത് ചാപ്റ്റർ +2 ആണെന്ന് തോന്നുന്നു. +1 ഞാൻ കണ്ടില്ല, എനിക്ക് ഓർമ്മയില്ല. എന്താ പറയുക, എന്നാലും ഇനി 7 മണി വരെ ബ്രേക്ക് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞിട്ട് 8, 9, 10, 11, 12, 1, 2, 3, 4, 9 മണിക്കൂറിനുണ്ട്. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയും. എന്തായാലും ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇനി ഹൈപ്പർ ലാബ്സിലൊക്കെ ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഹൈപ്പർ ലാബ്സിൻ്റെ ലെങ്ത്ത് ഭയങ്കര കൂടും. പിന്നെ ഇപ്പോൾ ചാർജില്ല. ഞാൻ എന്തായാലും ഉറങ്ങുന്നില്ല. ഈ നേരം കൊണ്ട് ഇവിടെ ഉറങ്ങാനൊന്നും കഴിയില്ല, ഉറങ്ങില്ല റസ്മി. അപ്പോൾ പിന്നെ എന്തായാലും തുടങ്ങാൻ പോകണം. എന്താണെന്ന് കാണട്ടെന്ന് നോക്കിയില്ല. ഇനിയിപ്പോൾ ഫോണിൽ കാണാൻ, ലാപ്ടോപ്പിൽ കാണാൻ. ഹൈപ്പർ ലാബ്സിൽ എന്തായാലും വെക്കില്ല. അപ്പോൾ ഗൈസ് ചോറ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം 9:45 ഇപ്പോൾ ഇതാ അച്ഛമ്മ എന്താ പറയാ, അച്ഛമ്മ പാല് തിളപ്പിക്കുന്നുണ്ട്. അച്ഛമ്മ പാല് തിളപ്പിക്കണം. ഇപ്പോൾ അതിൽ ബൂസ്റ്റ് കൂടി ഇട്ടാളാണ്. അച്ഛമ്മക്ക് എന്താ പറയണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താ പറയാല്ലേ നിങ്ങൾക്ക്? പറഞ്ഞോളി. അപ്പോൾ ഗൈസ് അച്ഛമ്മക്ക് എന്താ പറയണ്ടത്? എന്താ പറയാല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ബൂസ്റ്റ് പൊടി ഇട്ടുണ്ട്. അച്ഛമ്മക്ക് വ്ളോഗിങ് ചാനൽ തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഫ്ലാസ്കിൽ നോക്കിയാലാണ് നല്ല ചൂടാണ്. അപ്പോൾ ഗൈസ് ഒഴിക്കുകയാണ്. മതി 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 അപ്പോൾ ഗൈസ് 10 മണി ആയിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞ് അവിടെ എത്തി, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ ലീനിയർ ഇനീക്വാളിറ്റീസ് ഇരുന്ന് നോക്കി. പിന്നെ അവിടെ വിരുന്നാരൊക്കെ വന്നപ്പോൾ കുറച്ച് നേരം അങ്ങനെ പോയി, ഒരു 3/4 മണിക്കൂർ അങ്ങനെ പോയി. അപ്പോൾ പിന്നെ ഇപ്പോൾ തുടങ്ങാൻ പോകണം ലീനിയർ ഇനീക്വാളിറ്റീസിനെ ബാക്കി തുടങ്ങാൻ പോകണം. 20 മിനിറ്റ് കണ്ടിട്ടുള്ളൂ. ഇനി 1 മണിക്കൂറും ഇത്രയുണ്ട് ബാക്കി, നോക്കട്ടെ. അപ്പോൾ ഗൈസ് നോക്കുമ്പോൾ 1 മണിക്കൂർ 25 മിനിറ്റും ബാക്കിയുണ്ട്. അത് കാണണം. 10 മണി 11, 11, 12, 13, 14, 11, 12, 1, 2, 3, 4, 6 മണിക്കൂറുണ്ട്. അതിൽ 3:30 ആകുമ്പോഴത്തേനും അങ്ങനെ പഠിത്തം നിർത്തണം. പിന്നെ കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ടാവും, തമ്പനയിലും ഉണ്ടാവും. ഞാൻ എന്തായാലും ഉറങ്ങില്ല. ഞാൻ ലാസ്റ്റ് 4 മണി 4:30 ആയിട്ടേ ഉറങ്ങുള്ളൂ. 24 മണിക്കൂർ തന്നെ ചിലപ്പോൾ കുറച്ചുകൊണ്ട് കൂട്ടാലോ, അല്ലെങ്കിൽ ഒരു ഇതല്ലേ ഒരു. പിന്നെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണി വരെ പഠിച്ചിട്ട് 2 മണിക്ക് പഠിച്ച് മൊത്തം റിവൈസ് ചെയ്യാൻ. ഇന്ന് മാത്സ് പഠിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി രാവിലെ പഠിച്ചു. അപ്പോൾ 3 ഒന്ന് പഠിക്കുക, റിവൈസ് അല്ല പഠിക്കുക, ഒന്ന് പഠിച്ചെടുക്കുക.
അത് കഴിഞ്ഞിട്ട് തുടങ്ങണം എൻ്റെ പ്ലാൻ. എന്തായാലും ഇപ്പോൾ തുടങ്ങണം. അപ്പോൾ ഗൈസ് ഏകദേശം എത്ര 11:45 ഇപ്പോൾ പോണ്ടോറോ സെറ്റപ്പ് നടത്താൻ പോവാണ്. 25 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പോവാണ്. 25 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് അപ്പോൾ നേരെ ഹൈപ്പർ ലാബ്സിൽ വെക്കണതാണ്. ഈ ലാമ്പിലാണ് ഇപ്പോൾ കാണുന്നത്. ഇതവിടെ വെക്കാൻ പോകണം. എന്തായാലും ഇപ്പോൾ തുടങ്ങി. 54 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ കഴിച്ച് ഏകദേശം 1:20 ഇപ്പോൾ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അതിനോണ്ട് ഞാൻ ഇപ്പം മറ്റേ എൻട്രൻസ് ക്ലാസ് നിർത്തിച്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം 20 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. ഞാൻ കുറച്ച് ഇപ്പോൾ യൂട്യൂബ് കണ്ട് ഇപ്പം ഇനി 80 ഇത് കാണാൻ പോകണം. ബേസിക് മാത്സ് കാണാൻ പോകണം. കുറച്ചും കൂടി ഉണ്ട്. ഇപ്പോൾ റേഷ്യോൻ്റെ കാണാൻ പോവാണ്. അപ്പോൾ നേരെ തുടങ്ങി. ഇപ്പോൾ അവിടെ ഹൈപ്പർ ലാബ്സിൽ ഗൈസ് ചെറിയൊരു പണി കിട്ടി. ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിരുന്നു. അത് അറിയാതെ ഹൈപ്പർ ലാബ്സിലായിപ്പോയി. ഞാൻ വീഡിയോ പറഞ്ഞൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ചാർജ് ചെയ്യുന്ന റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് നിന്നൊക്കെ കഴിഞ്ഞ് റിവിഷൻ കഴിഞ്ഞ് ആ വീഡിയോ എടുത്ത് എഡിറ്റിങ്ങിന് നോക്കുമ്പോഴാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 3:20 എല്ലാ റിവിഷനൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് കപ്പ് ഓഫ് എന്താണ് ഇതിൻ്റെ പേരെന്തായിരുന്നു, ബൂസ്റ്റാണ്. ലൈറ്റ് നല്ല പവറിൽ ഇപ്പോഴും ഉണ്ട്. ഇത് ലോ പവറിൽ ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഏറ്റവും ഹൈലിടുകയാണെങ്കിൽ 2 മണിക്കൂറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത്. ഇത് ലോ പവറിൽ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം എത്ര മണിക്കൂറായി എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ 3:20 ഇപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞ് ഇതും കൂടി എൻ്റെ കുറിച്ച് തീർക്കാം. അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ നിർത്തുകയാണ് വീഡിയോ. 4 മണിയായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്റിംഗ് പരിപാടിക്കാണ്. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ തമ്പനയിലൊക്കെ മേക്ക് ചെയ്യണം. ഞാൻ തമ്പനയിലൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് വീഡിയോൻ്റെ അവസാനത്തിൽ ഇടാൻ നോക്കാം. അപ്പോൾ എന്തായാലും നിർത്തി. ഗായ്സ് അപ്പോൾ തന്നെ 24 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. കാരണം 28-ാം തീയതിയാണ്. ഇന്നലെ 27-ാം തീയതി നമ്മൾ തുടങ്ങിയതാണ്. നിങ്ങൾക്കിപ്പോൾ 18 മിനിറ്റ് കണ്ടാൽ മതി. അത്രേ ഉള്ളൂ, 18-19 മിനിറ്റ്. ഇതിപ്പോൾ ഞാൻ കുറേ നേരം കഷ്ടപ്പാടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 4-5 ചെയ്യുമ്പോഴാണ് ഈ ലൈറ്റ് യൂസ്ഫുൾ ആകുമ്പോൾ. അല്ലാതെ ലാപ്ടോപ്പിലൊക്കെ നോക്കുമ്പോൾ കണ്ണിന് നല്ല സ്ട്രെയിൻ കിട്ടുന്നുണ്ട്. കുറച്ച് എത്ര ശീലമായ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോ നിർത്തുന്നത്. തമ്പനയിലൊക്കെ ഞാൻ കൊടുത്തിന് 3 എണ്ണം ഉണ്ടാക്കിയിരുന്നു. പൊട്ട തമ്പനയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.